അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 പൊതുപരീക്ഷയുടെ അഖീദ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ എടുത്ത് എഴുതുക എന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഫുൽഫുൽ ഖുർആൻ ഇഖ്ലാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സുബൈർ ഇബ്നുൽ അവ്വാം. മൂന്നാമത്തെ ചോദ്യം സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ ചോദ്യം ഉമ്മുൽ ഖുർആൻ ഫാത്തിഹ. അഞ്ചാമത്തെ ചോദ്യം സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ആക്ടിവിറ്റി 2 ശരി അടയാളപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ഭയങ്കരമായ ഒരു തീ പുറപ്പെടും യമനിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 2 വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത് അബുൽ ഹസൻ അശ്ശരി. ക്വസ്റ്റ്യൻ നമ്പർ 3 ഭ്രമണപഥത്തിൽ നീന്തുന്നു ഗോളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 4 മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ ജിദ്ദ. ക്വസ്റ്റ്യൻ നമ്പർ 5 ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആക്ടിവിറ്റി നമ്പർ 3 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. രണ്ടാമത്തെ ചോദ്യം സൃഷ്ടികളിൽ സാധാരണയിൽ അറിയാത്തത് ഗൈബ്. അങ്ങേറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അല്ലാഹു. ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ച്? ഹിറ ഗുഹയിൽ വെച്ച്. പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദുനിയാവ്. ആക്ടിവിറ്റി നമ്പർ 4 എണ്ണം എഴുതുക. അതിൽ ഒന്നാമത്തെ ചോദ്യം സൂറത്തു മക്കിയ്യയുടെ എണ്ണം 86. രണ്ടാമത്തെ ചോദ്യം ഖുർആനിൽ മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ 3. മൂന്നാമത്തെ ചോദ്യം സൂറത്തു മദനിയ്യയുടെ എണ്ണം 28. ആക്ടിവിറ്റി നമ്പർ 5 പൂരിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇന്നാ ഡാഷ് അസ്സിക്ര ഡാഷ് ലഹാഫിലൂൻ. ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിലൂൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 അലാ ഇന്ന ഡാഷ് ലഖൗഫുൻ ഡാഷ് യഹ്സനൂൻ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. മൂന്നാമത്തെ ചോദ്യം അഷ്ഹദു ഡാഷ് അല്ലാഹു വഅഷ്ഹദു ഡാഷ് അല്ലാഹി ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനിൻ ഡാഷ് അൽ ഇസ്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ആക്ടിവിറ്റി 6 ഉത്തരം എഴുതുക. ദുആ എന്നാൽ എന്ത്? ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഇജ്മാ എന്നാൽ എന്ത്? ഒരു കാലഘട്ടത്തിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ. നാലാമത്തെ ചോദ്യം നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിലിടണം എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. ഇതായിരുന്നു നൈൽ നദിയുടെ പതിവ്. ഏഴാമത്തെ ആക്ടിവിറ്റി സാരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്ന ശിർക ലദുൽമുൻ അലീം. അതിഗുരുതരമായ അതിക്രമമാണ് ശിർക്ക്. ആക്ടിവിറ്റി നമ്പർ 8 വ്യക്തമാക്കുക. ഇബാദത്ത് എന്നാൽ എന്ത്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. രണ്ടാമത്തെ ചോദ്യം മുഅ്ജിസത്ത് എന്നാൽ എന്ത്? നബിമാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഒമ്പതാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ
ബിദ്അത്ത് അനാചാരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇബാദത്ത് ആരാധന. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം. നാലാമത്തേത് സാത്ത് സത്ത.